ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രമതി അഡ്വക്കേറ്റിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. ശ്രുതിയെ ഉടനെ തന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചന്ദ്രമതി ചെന്ന ഉടനെ തന്നെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ചന്ദ്രമതിയുടെ പേര് പറയുന്നു. അതുപോലെ തന്നെ തന്റെ മകന്റെ ഡിവോഴ്സിന് വേണ്ടിയിട്ടാണ് താൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. എത്ര നാളായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ടെന്ന് വക്കീൽ ചോദിക്കുന്നുണ്ട്. 2 വർഷം ആവാറായെന്ന് ചന്ദ്ര പറയുവാണേ. ഉടനെ തന്നെ വക്കീൽ വയ്ക്കുന്നുണ്ട്. 2 വർഷത്തോളം അവര് ഒരുമിച്ച് ജീവിച്ചിട്ട് എന്തിനാ അവരെ പിരിക്കാൻ വേണ്ടി നോക്കുന്നത്? ചെറിയ എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് തിരുത്തി എങ്ങനെങ്കിലും അവരെ ഒന്നിപ്പിച്ച് ജീവിക്കാനുള്ള വഴിയല്ലേ നിങ്ങൾ നോക്കണ്ടെന്നൊക്കെ ചോദിക്കുകയാണെ. ഇത് കേട്ടിങ്ങനെ ചന്ദ്രയ്ക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. 2 വർഷമായിട്ട് അവള് ഞങ്ങളുടെ വീട്ടിൽ ജീവിച്ചു. 2 വർഷത്തോളം അവള് ഞങ്ങളെ പറ്റിച്ചിട്ടാണ് ജീവിച്ചത്. അത് മാത്രമല്ല നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ വക്കീലിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതിൽ നിന്ന് വക്കീലിന് മനസ്സിലാവുന്നത് ശ്രുതി ഒരു ഫ്രോഡാണ് എന്നുള്ള കാര്യമാണേ. ഒരു കുടുംബത്തെ മൊത്തം വലിയ പണക്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചുകൊണ്ട് നടക്കുവാണല്ലോ ശ്രുതി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോട് തന്നെ വക്കീലാണെന്നുണ്ടെങ്കിൽ ഓഹോ കാര്യങ്ങളപ്പോ അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിവോഴ്സിന് വേണ്ട കാര്യങ്ങളെല്ലാം നോക്കാം. പക്ഷേ അതിന് നിങ്ങളുടെ മകന് സമ്മതമാണോ എന്നുള്ള കാര്യം ചോദിക്കുവാണേ. അവൻ ഞാൻ പറഞ്ഞ എന്ത് കേൾക്കുന്നു ചന്ദ്രമതി പറയുമ്പോ അങ്ങനെ നിങ്ങൾ പറയുന്നതല്ല അവൻ കേൾക്കേണ്ടത്, അവന്റെ താല്പര്യം എന്താണോ അതാണ് അവൻ അറിയിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. എന്റെ മകനും അവളോട് ഭയങ്കര വെറുപ്പാണ്. അവളോടൊപ്പം ഒരു ജീവിതം കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവന് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മകനെയും കൂട്ടിയിട്ട് വരൂ. അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് കേട്ടോ വക്കീല് പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഭാമയാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് ടെൻഷൻ അടിക്കുകയാണ്. ചന്ദ്രമതി വക്കീലിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങളെ കുറിച്ചിട്ട് ശ്രുതിയെ വിളിച്ച് അറിയിക്കണോ? ഇനിയിപ്പോ ആ കാര്യങ്ങൾ ശ്രുതിയെ വിളിച്ച് താൻ അറിയിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രമതി ആണെങ്കിൽ തന്റെ തല വെട്ടിയെടുക്കും എന്നുള്ള കാര്യമൊക്കെ ഭാമയ്ക്ക് അറിയാം. പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കെട്ടിത്തൂക്കി ചാവുന്നുള്ള കാര്യം പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴും ഭയം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രുതിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുകയും ആന്റിയുടെ കോള് കാണുമ്പോൾ തന്നെ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശ്രുതി ഫോൺ എടുക്കുന്നുണ്ട്. ആന്റി എന്താ ആന്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ചന്ദ്ര ഇവിടെ വന്നിട്ട് നിങ്ങളെ രണ്ടുപേരെയും പിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും ശ്രുതിയെ കൊണ്ട് വേറൊരു ഒഡീശ്വരിയായ പെണ്ണിനെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഡിവോഴ്സ് നടത്താൻ വേണ്ടിയിട്ട് അവള് ഒരു വക്കീലിനെ കാണാൻ വേണ്ടി പോയിരിക്കുക എന്നുള്ള കാര്യം കൂടി ഭാമ പറയുന്നുണ്ട്. എന്താ ആന്റി പറഞ്ഞത്? ശ്രുതിയെയും എന്നെയും പിരിക്കാൻ വേണ്ടിയിട്ടോ? അതെ, അത് തന്നെയാണ് അവളുടെ ലക്ഷ്യം. കാരണം നീ അവളോട് അത്രയും വലിയ ദ്രോഹമല്ലേ ചെയ്തത്. അങ്ങനെയാകുമ്പോ അവള് പിന്നെ വേറെ എന്താ ചെയ്യാ? എന്തായാലും ആന്റി കാര്യം എന്നെ വിളിച്ചു പറഞ്ഞത് നന്നായി. താങ്ക്സ് ആന്റി. ആന്റി എന്നെ ഒരു മകളെ പോലെ തന്നെയാണല്ലോ കാണുന്നത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെ ആന്റി എല്ലാ കാര്യങ്ങളും എന്നെ വിളിച്ചു പറയണം കേട്ടോ. ഇല്ലെങ്കിൽ ആന്റിക്ക് അറിയാലോ ഞാന് ആന്റിയുടെ വീട്ടിൽ വന്ന് തന്നെ തൂങ്ങി മരിക്കും എന്നുള്ള കാര്യം വീണ്ടും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കാരണം ഭാമ ഭയന്നുകൊണ്ട് എല്ലാ കാര്യവും ശ്രുതിയെ വിളിച്ചിട്ട് പറയണം. അതാണ് ശ്രുതിയുടെ ഉദ്ദേശം. ചന്ദ്രമതി ആണെങ്കിൽ വക്കീലിനെ പോയി കണ്ടതിന് ശേഷം തിരികെ ഭാമയുടെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. ഏത് വക്കീലിനെ കണ്ടത്, വക്കീൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഭാമയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആദ്യം അദ്ദേഹം 2 വർഷമായിട്ട് ഒരുമിച്ച് താമസിച്ചവരല്ലേ, അതുകൊണ്ട് ഡിവോഴ്സ് ചെയ്യണ്ട എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് ഞാൻ അവളുടെ കള്ളങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒരു കുടുംബത്തെ മൊത്തം അവൾ കബളിപ്പിക്കായിരുന്നു. അങ്ങനെ ഒരുത്തരുടെ കൂടെ എന്റെ മകൻ എങ്ങനെയാ ജീവിക്കുക എന്നുള്ള കാര്യം വക്കീലിന്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് വക്കീലിനും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഡിവോഴ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് സുധിയുടെ അഭിപ്രായം എന്താന്നുള്ള കാര്യം വക്കീലിന് അറിയണം. ഒരു ദിവസം സുധിയും കൂട്ടിയിട്ട് പോകണം എന്നൊക്കെയാണ് ചന്ദ്രമതി പറയുന്നത്. കാര്യങ്ങൾ കൂടുതൽ വഷളാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ ഭാമയ്ക്ക്. ചന്ദ്ര എന്തായാലും വക്കീലിനെ കാണാൻ വേണ്ടി പോയി എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രുതി അറിഞ്ഞതുകൊണ്ട് തന്നെ അതിനുള്ള തട എന്തായാലും അവൾ ഇട്ടോളൂ എന്നുള്ള കാര്യമൊക്കെ ഭാമയ്ക്ക് അറിയാട്ടോ. തിരികെ വീട്ടിലെത്തിയതിനു ശേഷം ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അമ്മ ഡിവോഴ്സിന് പോകുന്നുള്ള കാര്യം മനസ്സിലാകുമ്പോൾ ശ്രുതിക്കും ഭയങ്കര വിഷമമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അമ്മയെ എതിർത്തുകൊണ്ട് ശ്രുതിക്ക് ഒന്നും പറയാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അമ്മ ഉടനെ തന്നെ ഇതൊക്കെ വേണോന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ വേണം. നിന്റെ വിഷമം മോനെ അമ്മയ്ക്ക് അറിയാം. അവള് നിന്നെ ചതിച്ചതിന്റെ വിഷമം നിനക്ക് നന്നായിട്ടുണ്ടെന്ന് അറിയാം. നിനക്ക് അവളോട് ദേഷ്യം തന്നെയല്ലേ മോനെ? അതൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഒന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം ശ്രുതിക്ക് ശ്രുതിയോട് ദേഷ്യമുണ്ട്, പക്ഷെ അതിലധികം സ്നേഹമുണ്ട്. അതിനെക്കുറിച്ചൊന്നും അമ്മയുടെ അടുത്ത് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതേ അമ്മയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവൾ എന്നെ ചതിച്ചു എന്ന് മാത്രം പറയുവാണേ. അതുകൊണ്ടാ മോനെ പറഞ്ഞത്, നിന്റെ ഈ ദേഷ്യം വിഷമം ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് ഒരു പണക്കാരിയായിട്ടുള്ള പെണ്ണ് വരണം. അതും നല്ല സൗന്ദര്യമുള്ള പെണ്ണിനെ തന്നെ നോക്കിയിട്ട് അമ്മ മോനെ കല്യാണം കഴിച്ചു തരും. അതോട് കൂടിയിട്ട് ശ്രുതി നിന്റെ വിഷമങ്ങളെല്ലാം മാറുകയും നീ വേറൊരു തലത്തിലേക്ക് എത്തുകയും നീ വലിയ ബിസിനസ്മാൻ ആയിട്ട് കോടീശ്വരനാവണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതിയും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ദേവുവിനെ കണ്ട് തിരികെ രേവതിയും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. സച്ചി വന്ന ഉടനെ തന്നെ
രേവതി അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരികിലേക്ക് ചെന്ന് സംസാരിക്കുവാണേ. രേവതിയെ പുറകെ നിന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി. നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നതെന്ന് ചോദിക്കാനുണ്ടോ രേവതി. ഞാൻ എന്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നു, അതിനെന്താണ്? ഇത് സച്ചിയുടെ ഒരു കൂട്ടുകുടുംബാണ്, ഇവിടെ എന്താ നമ്മള് മാത്രമാണോ ഉള്ളതെന്ന് ചോദിക്കുമ്പോ അതിനെന്താ രേവതി, നമ്മള് ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമല്ലേ നമുക്ക് കൂട്ടുകുടുംബം ഉണ്ടാവത്തുള്ളൂ. ആഹാ, ഇതിനെ കുറിച്ചൊക്കെ നല്ല അറിവാണല്ലോ. ശരി, എന്തായാലും സച്ചേട്ടന് ചായ എന്തെങ്കിലും എടുക്കട്ടെ. ഇപ്പൊ എന്തായാലും വേണ്ട രേവതി, ഞാന് ദേവുവിനെ വഴിയിൽ വെച്ച് കണ്ടിരുന്നു എന്ന് സച്ചി പറയുവാണേ. ആണോ എന്ന് രേവതി ചോദിക്കുവാണേ. അതെ, അവളെ ആരോ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാന്നാ പറഞ്ഞത്. അത് ആരാന്ന് സച്ചേട്ടൻ കണ്ടോ എന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ടോ. ഇല്ല, ഞാൻ അത് കണ്ടില്ല. അവളെന്തോ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. ഞാന് വീട്ടിലേക്ക് കൊണ്ടുവിടാന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അവൾ ഓട്ടോയിൽ പോയിക്കോളാം, അതിന്റെ എക്സ്പെൻസ് അവക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുവാണേ. പോയ സമയത്ത് സച്ചേട്ടനെ അവള് കണ്ടു എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അവള് ബസ്സിലും ഓട്ടോയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവക്കൊരു വണ്ടി മേടിച്ചു കൊടുത്താലോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ടേ. അവക്കും അങ്ങനെ ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. ഇപ്പൊ വേണ്ടെന്നാണ് അവള് പറഞ്ഞത്. ശരി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വണ്ടി മേടിച്ചു കൊടുക്കാം. സച്ചേട്ട, ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ പറയാ എന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ സച്ചേട്ട അവളാണ് കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പണ്ടത്തെ പോലെ എന്നെ വീട്ടിലേക്ക് പണം കൊടുക്കാനൊന്നും അവൾ അനുവദിക്കുന്നില്ല. അവൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇത് രേവതി നല്ലൊരു കാര്യം തന്നെയല്ലേ? അവള് നല്ല ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ഒരു കുടുംബം നോക്കുന്നു. വീട്ടിലെ കഷ്ടതകളെല്ലാം അമ്മയും അതുപോലെ തന്നെ അനിയനെയും നന്നായിട്ട് നോക്കുന്നു. ഇത് അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്കിലും സച്ചേട്ട, അവളുടെ പ്രായത്തില് അവൾക്കും ഒരുപാട് ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിനെന്താ രേവതി, കുടുംബം ഒരു വിധത്തില് പച്ച പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ജീവിക്കാമല്ലോ. ആരംഭത്തിൽ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ ഭാവിയിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി പറ്റുമോ. എനിക്കും അതുപോലെ തന്നെ രേവതി, നിന്നെയും കഷ്ടപ്പെടാതെ വീട്ടിൽ വെച്ച് നോക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ നിനക്കാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറും വീട്ടില് ചുമ്മാതിരിക്കാൻ വേണ്ടി പറ്റുമോ? എന്നെ കൊണ്ടിരിക്കാനൊന്നും പറ്റില്ല സച്ചേട്ടാ. അത് മാത്രമല്ല രേവതി, എന്റെ അമ്മയുള്ള വീട്ടിൽ നിനക്ക് നിൽക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങളൊന്നും എല്ലാം സംസാരിക്കുക, അമ്മ കേൾക്കും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആണെങ്കിൽ ഈ രേവതിയും പൂവൊക്കെ കൊടുത്തിട്ട് ഒരു ചേച്ചീനെയും കൊണ്ടിട്ട് ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. കയ്യിൽ വെച്ചിട്ട് വേറൊരു ചേച്ചിയാണെങ്കിൽ കൈ നീട്ടുന്നുണ്ട്. അവിടുന്ന് വണ്ടിയൊന്നും കിട്ടാത്തത് കൊണ്ട് എന്നെ ഒന്ന് ആ ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഒന്ന് ഇറക്കി തരുമെന്ന് ചോദിച്ചിട്ട് വണ്ടിയിൽ കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. രേവതി ആണെന്നുണ്ടെങ്കിൽ 3 പേര് പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് പോലീസായിട്ട് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും. ചേച്ചി ഇവിടുന്ന് കുറച്ച് നടന്നാൽ മതി, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ടുവിട്ടിട്ട് വരാന്നൊക്കെ രേവതി പറയുന്നുണ്ട്. രേവതി, ഇവിടെ പോലീസൊന്നും ഉണ്ടാവില്ല, നീ ജസ്റ്റ് എന്നെ കൂടി കൊണ്ടുപോയെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് രേവതിയുടെ വാക്ക് കേൾക്കാതെ ആ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ കയറുവാണ് കേട്ടോ വണ്ടിയിൽ. അങ്ങനെ 3 പേരും കൂടി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ കറക്റ്റ് പോലീസ് കൈ നീട്ടുന്നുണ്ട് കേട്ടോ. അത് മറ്റാരുമല്ല, അരുണാണേ. വണ്ടി നിർത്താൻ വേണ്ടി പറഞ്ഞിട്ട് അരികിലേക്ക് വിളിപ്പിക്കുവാണ്. 3 പേര് വണ്ടിയിൽ പോകുന്നത് തെറ്റായിട്ടുള്ള കാര്യം എന്നുള്ള കാര്യം അറിയില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ സാർ, ഒരു എമർജൻസി ആയിരുന്നു, അതുകൊണ്ട് പോയതാണ്. എന്ത് എമർജൻസി ആണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. 3 പേരും പോകുന്ന സമയത്ത് വണ്ടി വല്ല ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ 3 പേരുടെ അവസ്ഥ എന്തായിരിക്കും? അതും ഒട്ടും സേഫ് ആയിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ അറിയാലോ എന്ന് ചോദിക്കുമ്പോൾ രേവതി ആണെങ്കിൽ ഇല്ല സാർ, ഇനി എന്തായാലും ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അരുണിന്റെ അടുത്ത്. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അടച്ചിട്ട് പോയിക്കൊള്ളാൻ വേണ്ടിയിട്ട് പറയുവാണേ. അപ്പോഴേക്കും കൂടെയുള്ള മറ്റേ ചേച്ചിയാണെങ്കിൽ വന്നിട്ട് എന്താ സാർ ഇത് 500 രൂപ ഫൈനോ? അതെ, നിങ്ങൾ 3 പേരും കൂടി പോയതല്ലേ, അതിനുള്ള ഫൈൻ ഇട്ടതാണ് സാർ. ഒന്ന് കുറച്ച് കുറയ്ക്കാനൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ അപേക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 രൂപ ഫൈൻ ഇടും. മര്യാദയ്ക്ക് ഫൈൻ അടിച്ച് പൊക്കോളാൻ വേണ്ടിട്ട് പറയുവാണേ. കൂടുതൽ സംസാരിക്കാതെ വേഗം തന്നെ ഫൈൻ അടിച്ചിട്ട് പോവാൻ വേണ്ടി നോക്ക്, അല്ലെങ്കിൽ ഞാൻ വണ്ടി തൂക്കിയെടുക്കുമെന്ന് പറയുവാണേ. ഉടനെ രേവതി പറയുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല സാർ, അല്ലെങ്കിലും പാവങ്ങളുടെ വണ്ടി എടുത്തോണ്ട് പോകലാണല്ലോ സാറിന്റെ പണി. അങ്ങനെ രേവതി സച്ചിയുടെ വൈഫാണെന്നുള്ള കാര്യം നമ്മുടെ അരുണ് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ആ റൌഡി ഡ്രൈവറുടെ വൈഫല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി ആണെന്നുണ്ടെങ്കിൽ ഞാൻ റൌഡിയുടെ വൈഫൊന്നും അല്ല, എന്റെ സച്ചിയുടെ റൌഡിയും അല്ല എന്ന് പറയുവാണേ. അന്ന് നോ പാർക്കിംഗിൽ വിട്ട സമയത്ത് നിന്റെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, എന്റെ ആ നിയമൊന്നും നിനക്ക് പറഞ്ഞു തന്നില്ലെന്നൊക്കെ അരുൺ ചോദിക്കുന്നുണ്ട്. സാറ് കൂടുതൽ സച്ചിയുടെ കൊടുത്ത് സംസാരിക്കുന്നു വേണ്ട, സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? ഫൈനല്ലേ, അത് ഞാൻ തരം ചേച്ചി പോയിട്ട് പേഴ്സ് എടുത്തിട്ട് വായെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ചേച്ചി പറഞ്ഞേക്കുവാണ്. അതിനിടയ്ക്ക് ആ 3ാമതായിട്ട് കയറിയ അവളടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ രേവതി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ട എന്ന്. പറഞ്ഞത് വല്ലതും കേട്ടായിരുന്നോ? അതിന് പോലീസുകാർ ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് അങ്ങനെ അറിയുന്നത്. അത് മാത്രമല്ല, നിനക്ക് ഈ പോലീസുകാരനെ നേരത്തെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇവരാണ് സച്ചേട്ടന്റെ വണ്ടി അന്ന് ആവശ്യമില്ലാതെ തൂക്കിക്കൊണ്ട് പോയത്. നീ കാരണമല്ല ഇപ്പൊ പ്രശ്നം ഉണ്ടായത്. മര്യാദയ്ക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കൂടുതലുള്ള ചേച്ചിന്റെ അടുത്ത് രേവതി പറയുന്നുണ്ടെങ്കിലും അയ്യോ രേവതി, എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, ഞാൻ 100 രൂപ വെച്ചിട്ട് നിനക്ക് തരാം എന്ന് പറയുവാണ്. 100 രൂപ വെച്ചിട്ട് എപ്പോ തരാനെന്ന് പറഞ്ഞിട്ട് രേവതി തന്നെ ഫൈനൊക്കെ കിട്ടുന്നുണ്ട്. മര്യാദയ്ക്ക് ഫൈൻ കെട്ടിയ പൈസ തരണം, അതൊക്കെ ഞാൻ തരാം, നീയും രേവതി സമ്പാദിച്ച് തന്നെയാണല്ലോ ജീവിക്കുന്നത്, അതൊക്കെ ഞാൻ തന്നോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും 3ാമത്തെ ആള് കയറാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. രേവതി
രേവതിയാണെന്നുണ്ടെങ്കിൽ നീ എങ്ങോട്ടാ വരുന്നത്, ഞങ്ങൾ രണ്ടുപേരും പൊക്കോളോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുന്നുണ്ട്. അതെ രേവതി, നമ്മൾ ഫൈൻ കെട്ടിയില്ലേ, ഇനിയിപ്പോ ഇന്നത്തെ ഫുൾ ദിവസം നമ്മൾ എവിടെയും ഫൈൻ കിട്ടേണ്ട ഒരു ആവശ്യമില്ല. ഇത് കേട്ട് അരുണാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് അറിഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ സാർ, വെറുതെ ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വേണ്ടി വരണ്ട സാറ്, ഫൈനിന്റെ പൈസയൊക്കെ കിട്ടിയില്ലേ, ഇനി വേറെ ആരെങ്കിലും പോയിട്ട് പിഴിയാൻ വേണ്ടി നോക്കുന്നൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് പറയുവാണ്. പക്ഷെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് നിനക്ക് വണ്ടി എന്തെങ്കിലും കിട്ടും, അതിനങ്ങ് പൊക്കോ, ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിർത്തിക്കൊണ്ട് രേവതി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ.